Hi friends, സാപ്പിട മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകളും പിന്നെ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന കുറച്ച് സിനിമകളുടെ അപ്ഡേറ്റുകളുമാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഏതൊക്കെ സിനിമകളും സീരീസുകളാണ് നോക്കാം നമുക്ക്. ആദ്യം തന്നെ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ സിനിമ ഒരു ഹിന്ദി സിനിമയാണ്. കോ ഗയെ ഹം കഹാൻ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഡിസംബർ മാസം 26-ാം തീയതി, അതായത് ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം നെറ്റ്ഫ്ലിക്സ് വഴി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഹിന്ദി സിനിമ റിലീസ് ചെയ്യുന്നതാണ്. അടുത്തത് തെലുങ്കിൽ നിന്ന് റിലീസ് ചെയ്ത ഒരു എ സർട്ടിഫിക്കറ്റ് മൂവിയാണ്. മംഗൾവാരം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. തെലുങ്ക് ഭാഷ കൂടാതെ മലയാളം, തമിഴ്, ഹിന്ദി, കന്നഡ ഭാഷകളായിട്ട് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വഴി ഇന്ന് രാത്രി 12 ശേഷം ഈ ത്രില്ലർ മൂവി റിലീസ് ചെയ്യുന്നതാണ്. അടുത്തത് ഒരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സ്വീഡിഷ് മൂവിയാണ്. താങ്ക് യു ഐ ആം സോറി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നെറ്റ്ഫ്ലിക്സ് വഴി ഒരു സിനിമ സ്വീഡിഷ് ഭാഷയിൽ റിലീസ് ചെയ്യുന്നതാണ് ഇന്ന് രാത്രി 12 ശേഷം. ഇന്ന് റിലീസ് ചെയ്ത ഒരു സിനിമ ഉണ്ട്, സ്നാഗ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആക്ഷൻ മിസ്റ്ററി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ ഹിന്ദി ഭാഷയിലായിട്ട്, ഇംഗ്ലീഷിലും ഹിന്ദിയിലായിട്ട് നെറ്റ്ഫ്ലിക്സിലാണ് ഈ സിനിമ ഇന്നിപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്ര അപ്ഡേറ്റുകളാണ് ഇന്ന് റിലീസ് ചെയ്തതും ഇന്ന് രാത്രി 12 ശേഷം റിലീസ് ചെയ്യുന്നതായിട്ടുള്ള സിനിമകൾ സീരീസുകളായിട്ടുള്ളത്. ഇനി ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന കുറച്ച് സിനിമകളുടെ അപ്ഡേറ്റുകൾ നോക്കാം. അതിൽ ഒന്നാമത്തെ സിനിമ ഇപ്പോൾ തിയേറ്ററിൽ റിലീസ് ചെയ്ത് പിന്നെ ഹിന്ദി സിനിമയായ ഡങ്കി എന്ന് പറഞ്ഞ സിനിമയുടെ അപ്ഡേറ്റ്. രാജ്കുമാർ ഹിറാനി സംവിധാനം ചെയ്ത് ഷാറൂഖ് ഖാൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയായിരുന്നു. അപ്പോൾ ഈ ഒരു സിനിമയുടെ OTT റൈറ്റ്സ് ജിയോ സിനിമയാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ജിയോ സിനിമ ഈ സിനിമ എന്ന് OTT റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ 50 ദിവസത്തിന് ശേഷം, തിയേറ്റർ റിലീസ് ചെയ്ത് 50 ദിവസത്തിന് ശേഷം മാത്രമേ ഈ ഒരു സിനിമ ജിയോ സിനിമയിൽ റിലീസ് ചെയ്യുള്ളൂ. അപ്പോൾ ജിയോ സിനിമയിലായതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റായിട്ട് നമുക്ക് പ്രതീക്ഷിച്ചാൽ മതി. മാർച്ചിലൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. ഈ ഒരു സിനിമ വരുന്ന സമയത്ത് മൾട്ടി ഓഡിയോ വരാനാണ് ചാൻസ് ഉള്ളത്. ഓക്കെ, അടുത്തത് നമ്മുടെ നയൻതാര പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഡ്രാമ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന സിനിമയായിരുന്നു അന്നപൂർണി എന്ന സിനിമ. ഈ ഒരു സിനിമ മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ ഭാഷകളിലെ നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. ഡിസംബർ മാസം 29-ാം തീയതിയാണ് ഈ സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. ഒഫീഷ്യൽ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അടുത്തത് ഒരു തമിഴ് സിനിമയാണ്. ഒരു തമിഴ് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ലൈസൻസ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആഹാ തമിഴ് വഴി ഈ ഒരു സിനിമ ഡിസംബർ മാസം 29-ാം തീയതി റിലീസ് ചെയ്യുന്ന അപ്ഡേറ്റാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അടുത്തത് കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്യുന്നത് നമ്മൾ പ്രതീക്ഷിച്ച ഒരു സിനിമയായിരുന്നു. സപ്തസാഗരയുടെ അച്ഛ യെല്ലോ സൈഡ് ബി എന്നൊരു കന്നഡ മൂവി. ഈ സിനിമയുടെ പിന്നെ അപ്ഡേറ്റുകൾ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഏത് ദിവസം വേണമെങ്കിലും ആമസോൺ പ്രൈമിൽ ഈ ഒരു സിനിമ സർപ്രൈസ് ആയിട്ട് റിലീസിങ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ന്യൂ ഇയർ സ്പെഷ്യലൊക്കെ ആയിട്ട് വരാനാണ് ചാൻസ്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തത് ഹിന്ദിയിൽ നിന്ന് റിലീസ് ചെയ്ത എനിമൽ എന്ന് പറഞ്ഞ സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ഈ ഒരു സിനിമയും തിയേറ്റർ റിലീസ് ചെയ്ത് 50 ദിവസത്തിന് ശേഷം OTT റിലീസ് ചെയ്യുന്നതാണ്. നെറ്റ്ഫ്ലിക്സിലാണ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കാനായിട്ടുള്ളത്. ജനുവരി 26 ഇപ്പോൾ പിന്നെ എന്താ പറയുക, ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഡേറ്റ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതിൻ്റെ ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് വരുന്നത് നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തത് കാതൽ എന്ന് പറഞ്ഞ സിനിമയുടെ, കാതൽ ദ കോർ എന്ന് പറഞ്ഞ സിനിമയുടെ അപ്ഡേറ്റ് ആണ്. നമ്മുടെ മമ്മൂക്കയെ അതുപോലെ തന്നെ ജ്യോതിയൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. തിയേറ്റർ നല്ലൊരു വിജയം കരസ്ഥമാക്കിയ സിനിമയാണ്. അപ്പോൾ നെറ്റ്ഫ്ലിക്സ് ആണ് ഈ സിനിമയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുണ്ടെങ്കിൽ ഡേറ്റ് ഇതുവരെ അവർ പുറത്തുവിട്ടിട്ടില്ല. ഡിസംബർ മാസം 29-ാം തീയതി ഈ സിനിമ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തത് തമിഴിൽ നിന്ന് റിലീസ് ചെയ്ത ലോകേഷ് കനകരാജ് നിർമ്മിച്ച ഫൈറ്റ് ക്ലബ്ബ് എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ആണ് ഈ സിനിമയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത്. ജനുവരി മാസം ലാസ്റ്റ് വീക്ക് മാത്രമേ ഈ സിനിമ OTT റിലീസ് ചെയ്യുള്ളൂ എന്നുള്ള അപ്ഡേറ്റുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വരുന്ന സമയത്ത് മലയാളം അടക്കമുള്ള ഭാഷകൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്ത മലയാളത്തിലുള്ള ഒരു സിനിമയുടെ ഒരു അപ്ഡേറ്റ് ആണ്. റാഹേൽ മകൻ കോര എന്ന സിനിമയുടെ ഒരു അപ്ഡേറ്റ് ആണ്. ഈ ഒരു സിനിമ ആമസോൺ പ്രൈം വഴി ഡിസംബർ മാസം 29-ാം തീയതി ഒരു സർപ്രൈസ് റിലീസ് പ്രതീക്ഷിക്കാവുന്നതാണെന്നാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. അടുത്തത് ജോർജ് ജോർജും കല്യാണി പ്രിയദർശനും ഒക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത് ആൻ്റണി എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ഈ സിനിമയുടെ OTT റൈറ്റ്സ് നോക്കിയത് നെറ്റ്ഫ്ലിക്സ് ആണ്. നെറ്റ്ഫ്ലിക്സ് ഇന്ന് റിലീസ് ചെയ്ത് നോക്കിയാൽ ജനുവരി മാസം ഫസ്റ്റ് വീക്ക് റിലീസ് ചെയ്യുന്ന അപ്ഡേറ്റ് ആണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു എക്സ്പെക്റ്റഡ് ഡേറ്റ് പറയുന്നത് ജനുവരി മാസം 5-ാം തീയതിയാണ്. ഇതെല്ലാം നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തത് രഞ്ജിത്ത് സിനിമ എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ആസിഫ് അലി പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയായിരുന്നു. നെറ്റ്ഫ്ലിക്സ് ആണ് ഈ സിനിമയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത്. നെറ്റ്ഫ്ലിക്സിൽ ഈ സിനിമ ഇന്ന് റിലീസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആൻ്റണി എന്ന സിനിമ റിലീസ് ചെയ്തതിന് ശേഷം ജനുവരി മാസം 3-ാമത്തെ ആഴ്ച നെറ്റ്ഫ്ലിക്സ് വഴി ഈ സിനിമ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്ത നമ്മുടെ നാനി പ്രധാന വേഷം കൈകാര്യം ചെയ്ത തമിഴ് സിനിമയായിരുന്നു ഹൈ നാന എന്ന സിനിമ. ജനുവരി മാസം 2-ാമത്തെ ആഴ്ച നെറ്റ്ഫ്ലിക്സ് വഴി ഈ സിനിമ റിലീസ് ചെയ്യുന്നതായിട്ടാണ് ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകൾ സൂചിപ്പിക്കുന്നത്. റിലീസ് ചെയ്യുന്ന സമയത്ത് മൾട്ടി ലാംഗ്വേജിൽ മലയാളം അടക്കമുള്ള ഭാഷയിൽ റിലീസ് ചെയ്യുന്ന അപ്ഡേറ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ലിസ്റ്റിലേക്ക് സിനിമകൾക്കാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. പിന്നെ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. എല്ലാവരും ജോയിൻ ചെയ്യുക. നമുക്കതിലൂടെ പിന്നെ സിനിമകളെ കുറിച്ചുള്ള ചർച്ചകളൊക്കെ നടത്താവുന്നതാണ്. പിന്നെ എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ നേരുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.